തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ഇന്നു മുതൽ BLOമാർ വീടുകളിലെത്തും. വോട്ടർ പട്ടികയിൽ പേരുകൾ ഉറപ്പിച്ചതിന് ശേഷം ഫോമുകൾ കൈമാറും. വോട്ടർ പട്ടികയിലുള്ളവർക്ക് വോട്ടുകൾ ഉറപ്പാക്കുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന നടപടിക്രമങ്ങൾക്ക് തുടക്കമാകും. വോട്ടർ പട്ടികയിൽ പേരുകളുള്ള VIPമാരുടെ വീടുകളിൽ കളക്ടർമാർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെത്തി ഫോമുകൾ കൈമാറും. SIRനെ ഇടതുപക്ഷവും കോൺഗ്രസും എതിർക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളുമായി സംസ്ഥാനത്ത് മുന്നോട്ട് പോകുന്നത്. വിവരങ്ങളുമായി രജിത് ചേരുകയാണ്. രജിത്, തുടക്കം മുതൽ തന്നെ SIRനെതിരെയാണ് സംസ്ഥാനം. ഇതിൻ്റെ സുതാര്യതയടക്കമാണ് പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. അത് സംബന്ധിച്ചപ്പോൾ ബീഹാറിലുള്ള ഹർജികൾ ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കുന്നുമുണ്ട്. എന്തായാലും സംസ്ഥാനത്തും മറ്റ് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ നമ്മുടെ കേരളത്തിലും SIR നടപടികൾക്ക് തുടക്കമാകും. എങ്ങനെയാണ് ഈ ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന പ്രക്രിയകളടക്കം? മാത്രമല്ല, സംസ്ഥാന സർക്കാർ ഇപ്പോൾ ബുധനാഴ്ച സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിൻ്റെ സാധ്യതകൾ തേടി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം തന്നെ രാജ്ഭവനിൽ നിന്ന് തന്നെ തുടക്കമായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ രാജ്ഭവനിലെത്തി ഗവർണർക്കാണ് ആദ്യം തന്നെ ഈ എന്യൂമറേഷൻ ഫോം നൽകിക്കൊണ്ട് ഈ പദ്ധതിക്ക് തുടക്കമായത്. എന്നാൽ ഇന്ന് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ആളുകൾക്കിടയിലേക്ക് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ഇന്നാണ് തുടക്കമാകുന്നത്. വീടുകളിലേക്ക് BLOമാർ എത്തിക്കൊണ്ട് ഈ എന്യൂമറേഷൻ ഫോം നൽകുകയാണ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഡിസംബർ 4 വരെയാണ് ഈ പ്രാഥമിക വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ പരിപാടികൾ നടക്കുക. അതുകൊണ്ട് തന്നെ ഡിസംബർ 4 ശേഷം ഡിസംബർ 9 ഈ പട്ടിക, ആദ്യഘട്ട പട്ടിക പുറത്തിറക്കുകയും ചെയ്യും. പ്രധാനമായും BLOമാർ വീടുകളിലെത്തുകയാണ് ചെയ്യുന്നത്. വീടുകളിലെത്തി 2002 വോട്ടർ പട്ടികയിലെ പേരുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അടിസ്ഥാനമാക്കിയാണ് ഈ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 2002 വോട്ടർ പട്ടികയിൽ പേരുകൾ ഉള്ള ആളുകൾക്ക് എന്യൂമറേഷൻ ഫോം നൽകി ഇവ നേരിട്ട് പുതുക്കാൻ കഴിയും. എന്നാൽ അവർക്ക് മറ്റ് രേഖകളൊന്നും തന്നെ ഹാജരാക്കേണ്ടതില്ല. നിലവിൽ 2002 ശേഷം ഈ 2025 പേരുകൾ ഉള്ളവരും 2002 പേരുകൾ ഇല്ലാത്തവരുമാണെങ്കിൽ അവർ 2 എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ച് നൽകേണ്ടതായി വരും. ഒപ്പം തന്നെ ഈ 2025 ഇവർക്ക് മാത്രമാണ് ഇവരുടെ പേരുകൾ ഉള്ളതെങ്കിൽ മറ്റ് രേഖകൾ, അവരുടെ മാതാപിതാക്കൾ ആരെങ്കിലും ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മറ്റ് രേഖകൾ സമർപ്പിക്കേണ്ടതില്ല. അല്ലാത്ത പക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ള 12 രേഖകൾ ഏതെങ്കിലും ഒന്ന് ഇവർ സമർപ്പിക്കണം. ഇത്തരത്തിലാണ് ഇതിൻ്റെ പുതുക്കൽ നടപടികൾ നടക്കുന്നത്. 2025 മാത്രം വോട്ടർ പട്ടികയിൽ പേരുകളുള്ള ആളുകളാണെങ്കിൽ 2 എന്യൂമറേഷൻ ഫോമുകളാണ് ഇവർ പൂരിപ്പിച്ച് നൽകേണ്ടത്. ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരിട്ട് നൽകുന്നതിനും മറ്റൊന്ന് ഓൺലൈൻ വഴി ഇവരുടെ പേരുകൾ പട്ടികയിൽ പുതുക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ 2 എന്യൂമറേഷൻ ഫോമുകൾ ഉള്ളത്. ഈ പ്രവർത്തന പരിപാടികളൊക്കെയും തന്നെ ഡിസംബർ 9 ആദ്യഘട്ട വോട്ടർ പട്ടിക പുറത്തിറക്കും. ആ ആദ്യ വോട്ടർ പട്ടിക പുറത്തിറക്കുന്ന സമയത്ത് പേരുകൾ ആഡ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഓൺലൈൻ വഴി ഇവ പുതുക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഉണ്ട്. ഒപ്പം തന്നെ ഈ ഫെബ്രുവരി 7 അവസാനഘട്ട വോട്ടർ പട്ടിക പുറത്തിറക്കുന്നത്. അത്തരത്തിൽ ഉള്ള പരിപാടികൾക്കാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. ഒപ്പം തന്നെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ കക്ഷികളും കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ സംസ്ഥാനത്ത് രംഗത്തെത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 5 സർവകക്ഷി യോഗം വിളിച്ചുകൊണ്ട് ഇതിനെതിരെ രംഗത്തേക്ക് എത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിയമവശങ്ങൾ ഉൾപ്പെടെയുള്ളവർ നേരത്തെ CPMും അതുപോലെ തന്നെ കോൺഗ്രസും വ്യക്തമാക്കിയിരുന്നു. ഇതിനെതിരെ എന്ത് നിയമ നടപടി സ്വീകരിക്കാൻ കഴിയുമെന്ന് ഇവർ പരിശോധിക്കുകയാണ്. അടുത്ത ദിവസം പ്രധാനമായും സർവകക്ഷി യോഗത്തിലൂടെ ഇതിനെതിരെ രംഗത്തേക്ക് എത്താനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. സർവകക്ഷി യോഗം ഒറ്റക്കെട്ടായി ഇതിനെതിരെ എതിർക്കുകയും ചെയ്യും. നിലവിൽ BJP മാത്രമാണ് സംസ്ഥാനത്ത് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ തീർച്ചയായും അങ്ങനെ തന്നെയാണ് രജിത്. സർക്കാരും പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ ഒരേ വികാരത്തിൽ തന്നെയാണ്. ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തുടർ നടപടികൾ സ്വീകരിക്കാനൊക്കെ ബുധനാഴ്ച സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്.